കർത്താവിൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനമേ, വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ എവൻഗേലിയോൻ ഭാഗമായിട്ട് വായിച്ചത്. ശുദ്ധമുള്ള മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തനിക്ക് ചെല്ലേണ്ടിയിരുന്ന ഗ്രാമങ്ങളിലേക്ക് മുന്നോടിയായിട്ട് അയക്കുന്ന സംഭവമാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരെ അയക്കുന്ന നേരത്ത് ചില നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ ശ്രദ്ധേയമായിരിക്കുന്ന 2-3 കാര്യങ്ങൾ നമ്മുടെ ധ്യാനത്തിനായിട്ട് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്: അവൻ അവരോട് ആജ്ഞാപിച്ചു, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുക. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. സൗജന്യമായിട്ടാണല്ലോ നിങ്ങൾക്ക് കിട്ടിയത്, സൗജന്യമായിട്ട് കൊടുക്കാം. നിങ്ങളുടെ മടിശീലകളിൽ പൊന്നോ വെള്ളിയോ ചെമ്പോ, വഴിക്ക് പൊക്കണമോ 2 ഉടുപ്പോ ചെരുപ്പോ വടിയോ കരുതരുത്. എന്തെന്നാൽ വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ല. ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആരെന്ന് അന്വേഷിക്കുക. അവിടെ തന്നെ പുറപ്പെടുവോളം പാർക്കുക. ആ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ചൊല്ലുക. ആ ഭവനം യോഗ്യമെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരും, അയോഗ്യമെങ്കിലോ നിങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോരും. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയും നിങ്ങളെ വചനം കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക. ഒടുവിൽ പറയുന്നു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കം ഇല്ലാത്തവരും ആയിരിക്കുവിൻ. വളരെ ശ്രദ്ധേയമായ വാക്യങ്ങളാണ് ഇത്. ഞാൻ ആലോചിച്ചത്, ഈ നിർദ്ദേശങ്ങൾ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയപ്പോൾ ആ ശിഷ്യന്മാർക്കുണ്ടായ ആശങ്ക എത്ര വലുതായിരിക്കും. കുറേ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു അവിടോട്ടൊന്നും നിങ്ങൾ പോകണ്ട. ഒരു പക്ഷേ അവർക്ക് പോകുവാൻ ഇഷ്ടമുണ്ടായിരുന്ന ഇടങ്ങൾ അതായിരുന്നിരിക്കണം. അത് സഹിക്കാം. അത് കഴിഞ്ഞ് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ കയ്യിൽ ഒന്നും എടുക്കരുത്. പൊന്നെടുക്കരുത്, വെള്ളി എടുക്കരുത്, ചെമ്പ് വേണ്ട, നാണയം വേണ്ട. എന്തിന്? ഇടാൻ വസ്ത്രവും അല്ലെങ്കിൽ ധരിക്കുവാൻ ചെരുപ്പും, ക്ഷീണിച്ചു പോകാതെ ഇരിക്കുവാൻ ഊന്നി നടക്കാൻ വടിയും ഇതുപോലും നിങ്ങൾ കൊണ്ടുപോകരുത്. പിന്നീട് കർക്കശമായിട്ട് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും നാട്ടിൽ ചെന്നാൽ യോഗ്യനുണ്ടെങ്കിൽ അവിടെ പാർക്കാം. മറ്റൊരു വേർഷനിൽ കാണുന്നത് സമാധാനപുത്രനുണ്ടെങ്കിൽ അവിടെ പാർക്കാം. നിങ്ങളുടെ സമാധാനം ആ ഭവനത്തിൽ നിൽക്കും. അവർക്ക് ആശംസിക്കണം. ഇല്ലെങ്കിലോ നിങ്ങളിലേക്ക് തിരികെ വരും. ആ ഭവനം നിങ്ങളെ കൈക്കൊള്ളാതെ ഇരുന്നാൽ അവിടുന്ന് പോരുമ്പോൾ നിങ്ങളുടെ കാലിൽ പറ്റിപ്പിടിച്ച പൊടി കൂടെ അവിടെ കുടഞ്ഞ് കളയുവിൻ. ഈ വാക്യങ്ങളെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മളൊക്കെ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നമ്മുടെ ഈ നൂറ്റാണ്ടിൽ ഈ വാക്യങ്ങൾ ഏറെ അർത്ഥമുള്ളതാണ് എന്നാണ് എൻ്റെ ധാരണ. എല്ലാ കാലവും ദൈവവചനത്തിന് അർത്ഥമുണ്ട്. എന്നാൽ 20-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിലോ ദൈവവചനത്തിൽ നിന്ന് ഊറ്റിയെടുത്ത ദൂത് അല്ല യഥാർത്ഥത്തിൽ 21-ാം നൂറ്റാണ്ടിൽ വേണ്ടത്. അതുകൊണ്ടല്ലേ 2000 കൊല്ലങ്ങളായിട്ടും ഇതിന് പറയുന്ന പേരെന്താണ്? സുവിശേഷം, നല്ല വിശേഷം, ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസ് till the end of the time. Good news till the end of the world, end of our life. നമ്മുടെ മരണം വരെ, കാലഘട്ടത്തിൻ്റെ അന്ത്യം വരെ
ലോകത്തിൻ്റെ അവസാനം വരെ ഈ വാക്യങ്ങൾ സദ്വാക്യങ്ങളാണ്, ഗുഡ് ന്യൂസാണ്, അല്ലെങ്കിൽ നല്ല വാർത്തയാണ്. നമുക്കറിയാം, എൻ്റെ ശൈശവത്തിൽ അല്ലെങ്കിൽ എൻ്റെ ബാല്യത്തിൽ നല്ല വാക്യങ്ങൾ അല്ലെങ്കിൽ നല്ലതെന്ന് ഞാൻ കരുതിയ പലതും ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലതല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഭൗതികമായ പല കാര്യങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് നല്ലതല്ലതായിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവവചനത്തിൻ്റെ സവിശേഷത എന്താ? അതാണ്, ഇറ്റ് ഈസ് ഗുഡ് ന്യൂസ് ഫോർ എവർലാസ്റ്റിംഗ് ഗുഡ് ന്യൂസ്. സദാകാലത്തേക്കും സുവിശേഷം തന്നെയാണ്. പ്രൊവൈഡഡ് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, അവർ റെസ്പോൺസിബിലിറ്റി ടു എക്സ്പ്ലോർ the depth of the message of the word of God. ദൈവവചനത്തിൻ്റെ കാലികമായ അർത്ഥങ്ങൾ, അർത്ഥതലങ്ങൾ കണ്ടെത്താനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സാമൂഹിക സാംസ്കാരിക മത പശ്ചാത്തലത്തിൽ ഈ വാക്യങ്ങളിൽ നിന്ന് ഇനി നമുക്ക് ഈ നൂറ്റാണ്ടിന് വേണ്ടിയിരിക്കുന്ന ദൂത് എന്താണ് കൈക്കൊള്ളേണ്ടത്? ആദ്യം പറഞ്ഞിരിക്കുന്നു, ശമര്യരുടെ നാട്ടിൽ നിങ്ങൾ പോകരുത്, ജാതികളുടെ ഇടയിൽ പോകരുത്. അതുകൊണ്ട് ഈ നൂറ്റാണ്ടിൽ കുറേ രാജ്യങ്ങൾ നമുക്കങ്ങ് ഉപേക്ഷിക്കാം എന്നാണോ, അല്ലെങ്കിൽ കുറേ ദേശങ്ങളിൽ പോകണ്ട എന്നാണോ അർത്ഥമാക്കുന്നത്? അങ്ങനെയല്ല. മലയാളി ചെന്നെത്താത്ത ഒരു ദേശവും ഇന്ന് ലോകത്തില്ല. അതിൽ തന്നെ സുറിയാനി ക്രിസ്ത്യാനികളില്ലാത്ത ഒരു നാടുമില്ല. അപ്പോൾ പിന്നെ ശമര്യരുടെ നാട്ടിലും ജാതികളുടെ നാട്ടിലും പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുനടക്കുമോ? അങ്ങനെയെങ്കിൽ ഈ നൂറ്റാണ്ടിൽ ആ വാക്യത്തിൽ നിന്ന് നമുക്ക് ആർജിച്ചെടുക്കേണ്ട, അതിൽ നിന്ന് ഊറ്റിയെടുക്കേണ്ട ദൂത് എന്താണ്? ഏത് ദേശത്ത് ചെല്ലുന്നു ചെല്ലാതിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് നിർമ്മല സുവിശേഷത്തിൻ്റെ അന്തസത്തയ്ക്ക് യോഗ്യമല്ലാത്തത് എന്തെങ്കിലും ആ ദേശത്തുണ്ടെങ്കിൽ അതെടുക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ കാലിൽ പറ്റിപ്പിടിച്ചത്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കാലിൽ പറ്റിപ്പിടിച്ച ചില പിടിപെടലങ്ങളുണ്ടല്ലോ, അതങ്ങ് വിട്ടുകളയണം. അതുകൊണ്ട് ശമര്യരുടെ നാട്ടിൽ, ജാതികളുടെ നാട്ടിൽ എന്ന് പറയുന്നത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് മെന്റ് ഫോർ ജോഗ്രഫിക്കൽ എൻറ്റിറ്റി. അത് ഭൂമിശാസ്ത്രപരമായ ഒരു വിലക്കല്ല. ഈ നൂറ്റാണ്ടിൽ അങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഭൂമിശാസ്ത്രപരമായ ഒരു വിലക്ക് കൽപ്പിക്കുകയല്ല ഈ വാക്യങ്ങൾ, മറിച്ച് ഏത് ഭൂമിശാസ്ത്രം, അമേരിക്കയോ ആഫ്രിക്കയോ ഓസ്ട്രേലിയയോ അതല്ല ജർമ്മനിയോ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ മറ്റ് ദേശങ്ങളോ, ഇനി അതല്ല, ഇനി കണ്ടെത്തപ്പെടാനായിട്ട് ഇനി കരകളുണ്ടെങ്കിൽ അവിടെയും ചെല്ലുക. പക്ഷെ പ്രൊവൈഡഡ് അവിടെ നിർമ്മല സുവിശേഷത്തിന് യോഗ്യമല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാലിൽ പറ്റിപ്പിടിക്കരുത്. നിർമ്മല സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾക്ക് ചേരാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാലുകളിൽ പറ്റിപ്പിടിക്കരുത് എന്ന വലിയ ദൂതാണ് യഥാർത്ഥത്തിൽ ഈ വാക്യം നൽകുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയും, കുറേ നാൾ അമേരിക്കയിൽ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ നാൾ ഡൽഹിയിൽ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏത് ദേശത്തെങ്കിലും പാർത്ത് കഴിയുമ്പോൾ നമ്മിൽ അനേക ആളുകൾക്ക് സുവിശേഷ മൂല്യങ്ങൾ അർത്ഥമില്ലാത്തതായി തീരുകയാണ്. നമ്മിൽ അനേക ആളുകൾക്ക് വേദപുസ്തകം തിന്മ എന്ന് പറഞ്ഞിരുന്ന, നിർമ്മല സുവിശേഷം തിന്മ എന്ന് പറഞ്ഞിരുന്ന പലതിനെയും സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, വായിച്ചു കാണുമായിരിക്കുമല്ലോ, ഒരു കാത്തലിക് കൺട്രിയാണ് അയർലൻഡ്. ഔദ്യോഗികമായ മതം കത്തോലിക്ക മതമാണ്. പക്ഷേ ലോകത്താദ്യമായിട്ട് സെയിം സെക്സ് എന്ന വലിയ വിപത്തിനെ, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ നിർമ്മല അർത്ഥങ്ങൾക്ക് ചേർന്ന് നിൽക്കാത്ത വിപത്തിനെ ജനങ്ങളുടെ ഹിതം പരിശോധിച്ചിട്ട് ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാഷ്ട്രം
ഒരു കത്തോലിക്ക രാജ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭൗതിക ജോഗ്രഫിക്കൽ അതിർത്തികൾ അല്ല, ഭൂമിശാസ്ത്രമായ അതിർത്തികളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഏത് ദേശത്തും നിങ്ങൾ പോകാം, ചന്ദ്രനിലോ വേറെ ഏതെങ്കിലും ഗോളങ്ങളിലോ ഏത് വൻകരയിലോ നിങ്ങൾ പോകാം. പക്ഷേ യോഗ്യമല്ലാത്തത് എന്തെങ്കിലും അവിടുത്തെ സംസ്കാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നെങ്കിൽ അതങ്ങനെ തന്നെ ആവർത്തിക്കണം എന്ന് ധരിക്കരുത്. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, നമ്മുടെ എക്സൈസ് മന്ത്രി പറഞ്ഞ വളരെ ചിന്തോദീപകമായ ഒരു കമന്റ്. അത് സത്യമാണെന്ന് ഉന്നതരായ ഓർത്തഡോക്സുകാരുടെ പല ഭവനങ്ങളിൽ പോയിട്ടുള്ള, നാട്ടിലും വിദേശത്തും പോയിട്ടുള്ള എനിക്ക് ഈ മത്ബഹായിൽ നിന്ന് സാക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ എക്സൈസ് മന്ത്രി പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ചത്തെ മനോരമയിലാണ് ഞാൻ വായിച്ചത്, ഈ കണക്കിന് പോയാൽ കേരളത്തിലെ ഓരോ വീടും കൊച്ചു കൊച്ചു ബാറുകളായിട്ട് തീരും. ഞാൻ ഓർത്തു, നമ്മുടെ എക്സൈസ് മന്ത്രി വിദേശങ്ങളിൽ പോയിട്ടില്ലേ എന്ന്. വിദേശത്ത് പോയിട്ടുണ്ട് ധാരാളം തവണ. ഞാൻ അമേരിക്കയിലും യൂറോപ്പിലും എന്ന് വേണ്ട രാജ്യങ്ങളിലൊക്കെ പല ഓർത്തഡോക്സ് ഭവനങ്ങളിലും കാണുന്ന മഹാവിപത്തുകളിൽ ഒന്നിതാണ്. അമേരിക്കക്കാരൊക്കെ ഇവിടെ കാണും, അവർക്കെല്ലാം ബേസ്മെന്റ് എന്ന് പറയുന്ന ഒരു കേസ് കേട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബേസ്മെന്റ് ഒന്നുമില്ല. ഇത് അണ്ടർഗ്രൗണ്ടിലൊരു ഫ്ലോറുണ്ട്. അത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില ആളുകൾ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യാൻ ഉപയോഗിക്കുക. എന്നാൽ അനേക ഭവനങ്ങളിൽ ഈ ബേസ്മെന്റ് എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം ബാറുകളാണ്. എൻ്റെ സഹോദരിയുടെ മക്കളുടെ വീട്, പുതുതായിട്ടൊരു വീട് അവർ കഴിഞ്ഞ ആണ്ടിൽ വാങ്ങിച്ചു. അത്യാവശ്യം നല്ലൊരു വീടാണ്. അത് കൂതാശ ചെയ്യാനായിട്ട് ഞാൻ അവിടെ ചെന്ന് ബേസ്മെന്റിലാണ് ഞാൻ ആദ്യം ചെന്നപ്പോൾ അവിടെ വളരെ വിശാലമായ ഒരു ബാറിനുള്ള ക്രമീകരണമുണ്ട്. നല്ല കൂടിയ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടുള്ള ടോപ്പും അതിന് വേണ്ട എല്ലാ ഈ ഡ്രിങ്ക്സ് ഒക്കെ വെക്കാനുള്ള നല്ല ബ്യൂട്ടിഫുൾ കേസ് എന്തുവാ പറയുന്നത്, ഷെൽഫുകളും ഒക്കെ ആയിട്ട് ക്യാബിൻസ് ഒക്കെ അടിച്ച് ഒന്നാം തരം സാധനം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഇനി ഇത് പൊട്ടിച്ച് പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഈ ബേസ്മെൻ്റ് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പ്രാർത്ഥനാ മുറിയായിട്ട് മാറ്റാം. ആ ഒരു ഉപാധി പറഞ്ഞ് എന്നോട്, തിരുമേനി ഇത് പൊട്ടിക്കണമെങ്കിൽ ഭയങ്കര ചിലവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കടം വാങ്ങിച്ചാണേലും നിനക്ക് ആ കാശ് തന്നേക്കാം. എടാ, ഇതിരിക്കും തോറും അവന് ഈ വേണ്ട സ്വഭാവം ഒന്നുമില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, ഇരിക്കും തോറും നിനക്ക് ടെംപ്ടേഷൻ വരും, നിന്റെ ഫ്രണ്ട്സൊക്കെ വരും. ഇത് അവസാനം എനിക്ക് കയറാനൊക്കാത്ത വീടായി തീരും. ഞാൻ കയറണോ അതോ ഇത് പൊളിച്ചു കളയാമെന്ന് അവൻ പറഞ്ഞു. നടന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓരോ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നല്ല കളർഫുള്ളായ ബോട്ടിലുകൾ ഇങ്ങനെ അടുക്കി വെച്ച് അത് കിഴക്ക് വശത്ത് വയ്ക്കുകയും അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്ന് ചങ്ക് വേദനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. ജാതികളുടെ അടുക്കൽ പോകരുത്, ശമരിയരുടെ പട്ടണങ്ങളിൽ കയറരുത്. ഇത് ഭൂമിശാസ്ത്രപരമായ അതിരുകളെ അല്ല സൂചിപ്പിക്കുന്നത്. ഓരോ ദേശത്തും നിലനിൽക്കുന്ന സംസ്കാരങ്ങളുണ്ട്. ആ ദേശത്തിന് ആ സംസ്കാരം ആവശ്യമെങ്കിൽ അവർ ചെയ്യട്ടെ. നിർമ്മല സുവിശേഷത്തിൻ്റെ വാഹികളായിരിക്കുന്ന ഭാഗ്യവാനായ ഒസ്താത്തി സിനിമേനിയുടെ ഒരു പാട്ടിലെ വരികളല്ലേ അത്, സുവിശേഷത്തിൻ്റെ വാഹികളായി, ദൈവവചനത്തിൻ്റെ വാഹികളായി ഞങ്ങളെ ആക്കണമേ. അപ്പോൾ നിർമ്മല സുവിശേഷത്തിൻ്റെ ദൂതവാഹകരായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടത് എന്താണ്? അതിരുകൾ യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായ അതിരുകൾ അല്ല, മറിച്ച് ഏത് ദേശത്ത് പോയാലും നിർമ്മല സുവിശേഷത്തിൻ്റെ അന്തസത്തയ്ക്കനുസരണമായി ജീവിക്കുന്നൊരു ശൈലി, അതിനെതിരായിട്ട് നിങ്ങളുടെ കാലുകളിൽ പിടികൂടാൻ സാധ്യതയുള്ള പൊടി എന്താ, അതാണ് നിരാകരിക്കേണ്ടത്. അല്ലാതെ ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ഇവിടെ ആരും ഷൂ ഇടാതെ ആരും പോവുകയില്ല. അപ്പോൾ പിന്നെ കാലിൻ്റെ ഇടയിൽ പൊടിയും പിടിക്കത്തില്ലല്ലോ. അപ്പോൾ പിന്നെ കൊട്ടിക്കളയാൻ പൊടിയില്ലല്ലോ, പിന്നെ സോക്സ് ഊരിക്കളയേണ്ടി വരും. അതും പലയിടത്ത് ചെന്നാൽ അതും വേണ്ട, ഷൂ ഇട്ടുണ്ടാ കയറുന്നത്. അപ്പോൾ അതല്ലല്ലോ അർത്ഥം. അറിയാതെ പിടികൂടുന്ന പൊടിപടലങ്ങൾ കാലിൽ മാത്രമല്ല, കരങ്ങളിൽ മാത്രമല്ല, ചിന്താഗതികളിൽ, വ്യക്തിത്വത്തിൽ,
കടന്നുകൂടുന്ന അയോഗ്യമായ പൊടികൾ വളരെയുണ്ട്. ഇതാണ് നീക്കം ചെയ്യേണ്ടത്. ഈ പൊടികളെയാണ് തട്ടിക്കളയേണ്ടത്. ഇന്ന് പലപ്പോഴും സ്റ്റാറ്റസിൻ്റെ സിമ്പലായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കയിൽ തന്നെയല്ല, നമ്മുടെ നാട്ടിലുമില്ലേ വിവാഹത്തിൻ്റെ തലേന്ന് ഒരു ഉഗ്രം പരിപാടി. അമേരിക്കയിലാണെങ്കിൽ അച്ഛന്മാർ പോലും അവിടെ ചെല്ലണം. പിന്നെ കുറേ ശക്തരായ വൈദികർ, ട്രഡീഷൻ വളരെ കീപ്പ് ചെയ്യുന്ന വൈദികർ പലരും ഈ പണിക്ക് പോകാറില്ല. എനിക്ക് നേരിട്ടറിയാം. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ സ്വന്തക്കാരും ബന്ധുക്കാരും പക്ഷേ അമേരിക്കയിൽ നിന്നൊരു ഇവിടെ കണ്ടേക്കാം. ഒരുപാട് നല്ല നിലയിൽ ജീവിക്കുവാനും ഒരുപാട് നല്ല അവിടുത്തെ പുതിയ തലമുറയെക്കുറിച്ച് ഏറെ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ. 30ഓളം ചെറുപ്പക്കാർ അവിടെ ജനിച്ചു വളർന്ന ഒരു വൈദികരായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നല്ല, നാട്ടിൽ കാണാത്തതിലും നല്ല ശൈലികൾ അവിടെ ഉണ്ടെന്നുള്ളതും ഞാൻ സമ്മതിക്കുകയാണ്. പക്ഷേ അതോടുകൂടി തന്നെ നമ്മുടെ എക്സൈസ് മന്ത്രി പറഞ്ഞതുപോലെ വീടുകളെ ബാറുകളാക്കരുത്. അതുകൊണ്ട് ശമറിയയിലോ മറ്റ് ദേശങ്ങളിലോ പോകരുത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഭൂമിശാസ്ത്രപരമായ അതിരല്ല, മറിച്ച് പോകുക നിങ്ങൾ ഭൂമിയുടെ അതിർത്തികളോളം എന്നാണ് അന്ത്യകൽപ്പനയിൽ അവൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പോയാലും ശരി, യോഗ്യമല്ലാത്തത് നിങ്ങളുടെ കാലുകളിൽ കടന്നുകൂടിയാൽ, വ്യക്തിത്വത്തിൽ കടന്നുകൂടിയാൽ അതിനെ നിരാകരിക്കുവാനായിട്ടുള്ള ദൈവീക ക്രിസ്തീയ ആർജവത്വം സുവിശേഷങ്ങളിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത്, എവിടെങ്കിലും ചെന്നാൽ ആ വീട്ടിൽ പാർക്കണം. സമാധാന പുത്രനുണ്ടെങ്കിൽ സമാധാനം അവിടെ വസിക്കും, ഇല്ലെങ്കിൽ തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്നൊരു ദൂതെന്താണ്? സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലുന്നത് യഹൂദൻ്റെ വീട്ടിലാകണം എന്ന് തന്നെയില്ല, നിങ്ങൾ ചെല്ലുന്നത് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ തന്നെ ആകണം എന്നില്ല. എന്താ കണ്ടീഷൻ? നിങ്ങൾ ചെല്ലുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ വസിക്കട്ടെ എന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ചെല്ലുന്നത് യഹൂദൻ്റെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ വസിക്കട്ടെ എന്നുണ്ടോ? അല്ല. പിന്നെന്താണ്? നിങ്ങൾ ചെല്ലുന്നിടത്ത് സമാധാന പുത്രനുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? റിലീജിയൻ ഈസ് നോട്ട് ദ അബ്സല്യൂട്ട് കസ്റ്റോഡിയൻ ഓഫ് പീസ്. സമാധാനത്തിൻ്റെ മുഴുവൻ കുത്തകയും മതത്തിൻ്റെതല്ല. കാരണം എന്താ? നമുക്കിന്നറിയാം, 21-ാം നൂറ്റാണ്ടിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് മതങ്ങൾ ഉയർത്തുന്ന സമാധാനക്കേടാണ്, ഇൻക്ലൂഡിങ് അവർ ചർച്ച്. കക്ഷി വഴക്കായെങ്കിൽ അങ്ങനെ കണ്ണടച്ചില്ലെന്ന് ഇരുട്ടാക്കാൻ ഞാൻ തയ്യാറല്ല. ഈ കേരളത്തിൽ എത്രയോ സമാധാനക്കേട് കക്ഷിയുടെ തർക്കം പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്നു. സമാധാനക്കേട് എത്രയോ ഇസ്ലാം മതം രാജ്യങ്ങൾ ഉണ്ടാക്കുന്നു. സമാധാനക്കേട് ആർഷഭാരതത്തിലെ ശ്രേഷ്ഠ മതമായ ഹൈന്ദവ മതം ഉണ്ടാക്കുന്നു. സമാധാനക്കേട് മതങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ, അത് യഹൂദൻ്റെ വീട്ടിലോ മുസ്ലിമിൻ്റെ വീട്ടിലോ ക്രിസ്ത്യാനിയുടെ വീട്ടിലോ ഒന്നല്ല, മറിച്ച് ഇഫ് ദർ ഇസ് എ മാൻ വിത്ത് പീസ്, അവിടെ ഒരു മനുഷ്യൻ സമാധാനത്തിൻ്റെ പുത്രനുണ്ടെങ്കിൽ അവനാണ് സമാധാനം ആശംസിക്കേണ്ടത്. അതുകൊണ്ട് അതും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ദൈവവിശ്വാസവും അതിനോട് ചേർന്ന് ദൈവത്തെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്ന മതവും പ്രാധാന്യമുള്ളതാണെങ്കിലും മതം സമാധാനത്തിൻ്റെ സർവനാശത്തിന് കാരണമാകരുത്. ഒരിക്കലും ഒരു ക്രിസ്ത്യാനി സമാധാന വിരുദ്ധ ആകരുത്. ക്രിസ്തീയത നഷ്ടപ്പെട്ടാലും ശരി, ക്രിസ്തു മതം ഇല്ലാതെ പോയാലും ശരി, സമാധാനത്തിനെതിരായിട്ട് നിൽക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നൊരു കാലഘട്ടം നമുക്ക് വേണം. അല്ലെങ്കിൽ ഈ സുവിശേഷമാവുകയില്ല, അത് പഴയ വാർത്തയാകും. ഗുഡ് ന്യൂസ് ആവുകയില്ല, അത് ബാഡ് ന്യൂസ് ആകും, അല്ലെങ്കിൽ ഓൾഡ് ന്യൂസ് ആകും. അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഈ വാക്യങ്ങൾ, ഈ നിർമ്മല വാക്യങ്ങൾ, സദ്വാർത്തകൾ, സുവിശേഷങ്ങൾ, ഗുഡ് ന്യൂസ് ആയി നിലനിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടിയിരിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളിലെ ഈ വ്യത്യാസമാണ്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കും.